സത്യാഗ്രഹത്തിനെ കുറിച്ച് 1/2 പേജ് കവിയാണ്ട് ഒരു എസ് എഴുതിയേ. 1/2 പേജ് കവിഞ്ഞ കുഴപ്പമില്ല. ഈ ആദ്യം എഴുത്, എന്നിട്ട് 1/2 പേജ് കവിയുണ്ടോന്നു. മതിയേ സുപ്രത, ഇത് കൊറേ ഉണ്ടല്ലോടാ. ഞാൻ പറഞ്ഞല്ലേ 1/2 പേജ് കവിയുന്നു. എന്നെ വായിച്ചേ. ഉപ്പ് സത്യാഗ്രഹം ചെയ്ത ഗാന്ധിജിയെ സമ്മതിക്കണം. പകുതിക്ക് ആ കള്ളപ്പന്നികൾ പിടിച്ചു വെച്ചു. ഗാന്ധിജി പറഞ്ഞു, ഞാൻ എന്റെ തന്തയ്ക്ക് പിറന്നവനാണെങ്കിൽ ഞാൻ ഒരു തരി ഉപ്പെടുത്തിട്ടേ പോകൂ. അവർ പറഞ്ഞു, എന്നാ നീ എടുക്കടാ. ഗാന്ധിജി ഉപ്പെടുത്ത് നാട്ടിലേക്ക് പോയി. അവരുടെ തലവൻ വന്നി ഗാന്ധിജിയെ കൊന്നു. എന്തായാലും സ്വാതന്ത്ര്യം തന്നിട്ടാണ് ഗാന്ധിജി പോയത്. അത് നന്നായി. പാവം ഗാന്ധിജി. സ്വാതന്ത്ര്യം തന്നിട്ട് ചിലരാരും മൈൻഡാക്കുന്നില്ല. പാവം ഗാന്ധിജി. ഇദ്ദേഹത്തെ ഒന്ന് ഓർക്കുക. ഗാന്ധിജിക്ക് എന്റെ വക ആശംസകൾ. ബാക്കി വായിക്കണ്ടേ. 18 വർഷത്തെ നിങ്ങളെ ദാമ്പത്യ ജീവിതത്തിന്റെ വിജയരഹസ്യം എന്താണ്? ഞങ്ങള് ഇതങ്ങനെ ആരോടും ഷെയർ ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് ഞങ്ങളിത് ഷെയർ ചെയ്യുന്നത്. ഞങ്ങള് കല്യാണം കഴിച്ച ആ ദിവസം തന്നെ ഞങ്ങളൊരു തീരുമാനം എടുത്തിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് തീരുമാനങ്ങൾ, വലിയ തീരുമാനങ്ങൾ വന്നാലും അത് ചേട്ടൻ തീരുമാനം എടുക്കും. എന്ത് ചെറിയ കാര്യങ്ങളാണെങ്കിലും അതിന്റെ തീരുമാനം ഞാൻ എടുക്കും. അങ്ങനെ ഈ 18 വർഷത്തിന്റെ ദാമ്പത്യ ജീവിതത്തിനിടയ്ക്ക് ഞാൻ ഓരോ തീരുമാനങ്ങൾ വരുമ്പോഴും ഞാൻ ചോദിക്കും, മോളെ ഇതൊരു വലിയ തീരുമാനമാണോ അതോ ചെറിയ തീരുമാനമാണോ? അപ്പോൾ അവള് പറയും, ഇല്ല ചേട്ടാ ഇതൊരു വളരെ ചെറിയ തീരുമാനമാണ്. അങ്ങനെ അങ്ങനെ ഞങ്ങളുടെ ഈ ദാമ്പത്യ ജീവിതം ഞങ്ങൾ സന്തോഷകരമായി. മനുഷ്യ ഇങ്ങോട്ട് നോക്കിക്കേ. എനിക്ക് എങ്ങനെയും ഈ ഇലക്ഷനിൽ നിന്ന് ജയിച്ച് നേതാവണം. എന്നിട്ട് വേണം എന്റെ കാറിന്റെ ഫ്രണ്ടിൽ മ്ലാ എന്ന് എഴുതി വെച്ച് എനിക്ക് ഈ യാത്ര ചെയ്യാൻ. നേതാവ് ഉദ്ദേശിച്ചത് MLA എന്നാണോ? നീ നേതാവോടി? എന്തുവാ നിങ്ങൾക്ക് അത്ര പുച്ഛ? എന്തുവാ നിങ്ങളും നിങ്ങളുടെ പാർട്ടിക്കാരുണ്ടല്ലോ വെറും മണുകോണാഞ്ചന്മാരാ. അങ്ങനെ പറഞ്ഞത്? എടി നമ്മുടെ പഞ്ചായത്തിൽ കല്യാണം കഴിയാത്ത 2 പെൺകുട്ടികൾക്ക് ഞാനാ ജീവിതം കൊടുത്തേ. നാട്ടുകാര് പറഞ്ഞപ്പോ ഞാനത് വിശ്വസിച്ചില്ല. നിങ്ങൾക്ക് വേറെ ഭാര്യയും പിള്ളേരും. അതല്ല, അവർക്ക് കല്യാണം നടത്തി കൊടുത്ത ഞാനെന്നാ ഉദ്ദേശിച്ചേ. അല്ലെങ്കിലും എനിക്ക് നിങ്ങൾ അത്ര വിശ്വാസം